എല്ലാ പ്രേക്ഷകർക്കും ലാലേട്ടൻ അപ്ഡേറ്റ്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണം റിലീസായി എത്തിയ ലാലേട്ടൻ സത്യനന്ദിക്കാട് ചിത്രം ആദ്യ ദിവസവും രണ്ടാം ദിവസവും വിജയകരമായി പൂർത്തീകരിച്ചുകൊണ്ട് ഇന്നിതാ മൂന്നാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ചിത്രത്തിന് ഏറ്റവും ഉയർന്ന ഒരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് ശനിയാഴ്ച അഡ്വാൻസ് കേരള സെയിലിലൂടെ തന്നെ 1,14,00,000 രൂപ ചിത്രം പിന്നിട്ടിട്ടുണ്ട്. അതായത് അഡ്വാൻസ് സെയിലിലൂടെ കേരള ബോക്സ് ഓഫീസിൽ 64,000 ടിക്കറ്റുകൾ ഹൃദയപൂർവ്വം ഇതിനോടകം തന്നെ വിറ്റഴിച്ചു കഴിഞ്ഞു. ഇനി ഹൃദയപൂർവ്വത്തിന്റെ രണ്ടാം ദിവസത്തെ ഡീറ്റെയിൽഡ് കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 10,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നലെ ആകെ കേരള ബോക്സ് ഓഫീസിൽ ഹൃദയപൂർവ്വത്തിന്റെ പേരിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1036 ഷോകളാണ്. ഓഡിയൻസായി ഇന്നലെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 1,21,000-ൽ പരം പ്രേക്ഷകരെയാണ്. ഓരോ ഷോയുടെയും ആവറേജ് തിയേറ്റർ ഒക്യുപ്പൻസി 40%. ഇന്നലെ മാത്രം 10-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും 74-ന് മുകളിലുള്ള ഓൾമോസ്റ്റ് ഫിൽ ഷോകളും 200-ന് മുകളിലുള്ള ഫാസ്റ്റ് ഫിൽ ഷോകളും ഹൃദയപൂർവ്വം കേരള ബോക്സ് ഓഫീസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചിത്രത്തിന്റെ ഫൈനൽ രണ്ടാം ദിവസത്തെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 1,97,00,000 രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് ചിത്രത്തിന്റെ രണ്ടാം ദിവസം ഏകദേശം 2.5 കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 ദിവസങ്ങൾ കൊണ്ട് ഹൃദയപൂർവ്വം 6 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിവസം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 8 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയ ഈ ഒരു ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് ഉച്ചയോടെ ആയിരിക്കും പുറത്തു വരുന്നത്. എന്തായാലും ഇന്നത്തോടെ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ 18-20 കോടി റേഞ്ചിൽ കയറുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെയാണ് ലാലേട്ടൻ സത്യനന്ദിക്കാട് കോംബോ ഒന്നിച്ച ഹൃദയപൂർവ്വം എന്ന സിനിമ ഇതിനോടകം തന്നെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.